മുൻപ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ ഒരു കോളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വൃക്കരോഗികളും കിഡ്നി രോഗികളും കോഴിക്കോട് ജില്ലയിലാണ്. മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത നിലക്ക് നമ്മളെ നാട്ടിലേക്ക് ഈ പ്രഹരം കടന്നു വന്നതിൻ്റെ പേരിൽ ഇതിപ്പം വ്യാപിക്കും എല്ലാ നാട്ടിലേക്കും. ഞാൻ അതല്ല വിഷയം, ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എല്ലാവരും അതിൽ കൂടുതലും സ്ത്രീകളിലേക്കും ബാധിക്കുന്നു എന്നുള്ളത് കാണണമെങ്കിൽ ആരും ദൂരത്തേക്ക് പോകേണ്ട, റോട്ടുമൊക്കെ അറിയാൻ മതി. 10 ആണുണ്ട്, 15 പെണ്ണുണ്ട്. ആധുനികവൽക്കരിക്കപ്പെട്ട ജീവിത രീതിയിൽ നിന്ന് പരീക്ഷണം നമ്മൾ തേടിപ്പിടിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക. പേര് കേൾക്കാത്ത അറിയാത്ത സുക്കേടുകൾ മനുഷ്യന്റെ മലദ്വാരത്തിൽ വരെ ക്യാൻസർ ബാധിച്ചു തുടങ്ങി. ഇപ്പോഴും ഓരോ ദിവസവും 6000 രൂപയുടെ ഒരു വ്യത്യസ്ത കവറ് വയറ്റത്ത് കെട്ടിവെച്ച് വിസർജിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്നവരുണ്ട്. കാരണം ഈ കവറ് മാറ്റാൻ 6000 രൂപ പിന്നെയും ചെലവാക്കണം ഒരു ദിവസം. അല്ലാഹു തവക്കുൽ ചെയ്യണം പരീക്ഷണങ്ങൾ വരുമ്പോൾ. അത് അറിഞ്ഞുകൊണ്ട് വന്നതല്ല റബ്ബേ, ഈ തന്നതാണെങ്കിൽ ഞാൻ നിന്നിൽ തവക്കുൽ ചെയ്യുന്നു. കാരണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ തവക്കുലാണ് വിശ്വാസിയുടെ പരീക്ഷണത്തിൽ രണ്ടാമത്തെ ഒരു ഭംഗി. ഞാനൊന്നും ചെയ്യാതെ എനിക്ക് ആ പരീക്ഷണം വന്നതെങ്കിൽ എനിക്ക് സമാധാന. ഞാനൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, ഞാൻ എൻ്റെ ശരീരം നശിപ്പിക്കുന്നതൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, അതുകൊണ്ട് തന്നെ ഞാൻ വരുത്തി വെച്ചതല്ല, ഇങ്ങി തന്നതായതുകൊണ്ട് എന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയുമ്പം കിട്ടുന്നൊരു സമാധാനവും. വലിച്ച് കിഡ്നി പോയി, കരള് പോയി, നാട്ടുകാരോട് പിരിവെടുത്ത് കുടുംബം പണയപ്പെടുത്തി പാട്ടിപ്പലിശക്കാർ വന്ന് പൊരയിൽ വന്ന് ചീത്തയും തെറിയും പെണ്ണുങ്ങളെ മാംസത്തിന് വിലയും പറയുമ്പം അകത്ത് കുരച്ചിരിക്കുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ പടയും. ആശുപത്രിയിലാണെങ്കിലും ഇത് ഞാൻ വരുത്തി വെച്ചതാന്നുള്ള വേദന. ആ വേദനയെക്കാളും വലുതല്ല കിഡ്നി പോയ വേദനയൊന്നും. രണ്ടും രണ്ടാ. അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയതും പടച്ചോൻ തന്നതാണ് നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. ഇത് അള്ളാ തന്നതാ, എനിക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ, പടച്ചോൻ എനിക്ക് അത്രേ കരുതിയിട്ടുള്ളൂ എന്നുള്ളൊരു സമാധാനം. അതുകൊണ്ട് തന്നെ തവക്കുൽ ചെയ്യണം. മൂന്നാമത്തത്, സമയം പോയി, ഞാൻ അവസാനിപ്പിക്കുക. മൂന്നാമത്തത് പ്രാർത്ഥിക്കണം. ഏത് റബ്ബിന്റെ ഖളാഉം തിരുത്താൻ ഈ ലോകത്തൊരൊറ്റ കാര്യത്തിനെ സാധിക്കൂ, പ്രാർത്ഥന. റബ്ബ് നിശ്ചയിച്ചൊരു ഖളാ അത് മാറ്റണമെങ്കിൽ ഏത് പൈസക്കാരനെയും ദരിദ്രനാക്കാൻ, ഏത് ദരിദ്രനെയും സാമ്പത്തിക സമാധാനത്തിലേക്ക് എത്തിക്കാൻ, ഏത് കടവും വീട്ടപ്പെടാൻ, ഏത് കുടുംബത്തിലും സമാധാനം വരാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പെട്ടെന്നാണ് നമ്മളെ കുടുംബത്തിലേക്കൊക്കെ സമാധാനക്കേട് വരുന്നത്. കല്യാണം കഴിപ്പിക്കുന്നത് വരെ പ്രശ്നമില്ല, ഹാപ്പിയാ, ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും പിന്നെ ബേജാറായി. കാരണം ഇത് കോടതിയിലെത്തി, തമ്മിൽ ഒത്തുപോകുന്നില്ല, കേസായി, വർത്താനായി, സമാധാനം ഇല്ലാണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറച്ചിലായി, അവസാനം പൈസ ചോദിക്കലായി. 20, 30, 50 ലക്ഷത്തിന്റെ കണക്കിപ്പം കുടുംബ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുക. സമാധാനം പോയി. എത്ര പെട്ടെന്നാണെന്നറിയോ പടച്ചോൻ സമാധാനക്കേട് നമുക്ക് തരിക. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും സമാധാനക്കേട് വരും, എന്തെങ്കിലും ഒരു പരീക്ഷണം വരും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, എല്ലാ ഗംഭീരമായിട്ട് മക്കളുടെ കല്യാണം നടത്തി എല്ലാ സന്തോഷത്തോടെയും അയാൾ നാട്ടിൽ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് വിദേശത്തെത്തിയപ്പോൾ ആദ്യം കേട്ട വാർത്ത അദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടുത്തെ വിദേശിയായ അല്ലെങ്കിൽ സൗദിക്കാരനായ അവിടുത്തെ സ്വദേശി പൗരൻ അത് കൈക്കലാക്കിയിട്ടുണ്ട്. ഇപ്പൊ പേരിലുള്ളത് കടബാധ്യതകൾ വീട്ടി നാട്ടിലേക്കൊന്ന് വരണമെങ്കിൽ കോടികൾ അവിടെ കെട്ടിവെക്കണം. ഒരു സെക്കൻഡ് നേരം കൊണ്ട് നമ്മളെ തീരുമാനം പടച്ചോൻ മാറ്റുകയും ചെയ്യും, പടച്ചോൻ തിരുത്തി തരികയും ചെയ്യും. അതിനെന്ത് വേണം? ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. പടച്ചോൻ ഒരു ഖളാ മാറ്റണമെങ്കിൽ പ്രാർത്ഥന കൊണ്ടേ റബ്ബ് മാറ്റൂ, പ്രാർത്ഥന കൊണ്ടേ പടച്ചോൻ അത് മാറ്റൂ. അതുകൊണ്ട് തന്നെ നിരന്തരം റബ്ബിന്റെ നേരെ ദിവസം 100 തവണ അള്ളാന്റെ പ്രവാചകൻ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നതാണ്. നോമ്പ് 10ലേക്ക് എത്തി, 10 ദിവസം കൊണ്ട് 1000 തവണ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ എത്ര കൂട്ടത്തിലുണ്ടാവും? ഇത് അനവധി പാപം ചെയ്ത നമ്മൾ ദിവസം 100 നേരം ഇസ്തിഗ്ഫാർ പറയുന്നേല്ല. അസ്തഗ്ഫിറുല്ലാഹ്, ഈ പൊറുക്കണേ പടച്ചോനെ, എന്തൊക്കെയോ ചെയ്തു എന്നുണ്ട്. അതിപ്പം നമ്മൾ ആരായാലും ചെയ്തു എന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്ക് ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുക. അത്രയേറെ മലിനമായൊരു ലോകത്ത് മലിനമായ കാഴ്ചകളിലൂടെ നമ്മളെ പ്രേപ്പിക്കാൻ ലിബറലുകളും മീഡിയകളും പണിയെടുത്തുകൊണ്ടിരിക്കുക. എത്ര നന്നാവണമെന്ന് വിചാരിച്ചാലും ഇന്നത്തെ മീഡിയകളും മനുഷ്യരും വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും സമ്മതിക്കുന്നില്ല. മരം കയറാൻ അറിയുന്ന കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി മൊബൈൽ ഫോൺ എന്ന കണ്ടുപിടുത്തം കൂടിയായപ്പോൾ 10ാം ക്ലാസിന്റെ പ്രണയം 45ാമത്തെ വയസ്സിൽ തുടരുക. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നാഥ, എൻ്റെ പാപങ്ങൾ പൊറുത്ത് എൻ്റെ സമാധാനത്തിന് നീ എനിക്ക് എൻ്റെ കൂടെയുണ്ടാവണമെന്ന് പടച്ചവനോട് ദുആ ചെയ്യണം. ഇന്ന് ഇത്രയും ദിവസമായി 10 ദിവസത്തിലേക്ക് ഒരു പാപവും ചെയ്യാത്ത, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് കള്ളത്തരം ചിരിക്കാത്ത, ഒരു പെണ്ണിനെയും അപമാനിക്കാത്ത, സ്വന്തം ഭാര്യമാരോട് ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു ശ്വാസം കൊണ്ടുപോലും അനാദരവ് കാണിക്കാത്ത
അള്ളാന്റെ ഹബീബ് ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു എന്നാ. നമ്മൾ ഈ 10 ദിവസത്തിൻ്റെ ഇടക്ക് ആകെ 100 ആയിട്ടുണ്ടാവില്ല. 10 ദിവസം കൂടി നോക്കിയാൽ പോലും അസ്തഗ്ഫിറുല്ലാഹ് 100 തവണ പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ലോകത്ത് റബ്ബ് തീരുമാനിച്ചൊരു തീരുമാനം അല്ല മാറ്റണേ, പ്രാർത്ഥന കൊണ്ടേ പറ്റൂ. ഞാനൊക്കെ പറയാറുണ്ട്, നമുക്ക് കൂടുതലൊന്നും പടച്ചോൻ തരണ്ട, അല്ല കൂടുതലൊന്നും നമുക്ക് തരണമെന്നില്ല. ഇപ്പോഴുള്ള സമാധാനത്തിൽ അങ്ങ് പോയാൽ മതി. വലിയ പ്രയാസമല്ലാണ്ട്, വലിയ പട്ടിണി ഇല്ലാണ്ട്, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഒരു നിത്യരോഗി ഉണ്ടായാൽ തീരാവുന്ന പവറും പത്രാസൊക്കെ എനിക്കും ഉള്ളൂ. അതുകൊണ്ട് റബ്ബേ, നീ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന തന്നെ തിരുദൂതം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു റബ്ബേ. എന്തെങ്കിലും അല്ലാഹ് തന്നതൊന്ന് നീങ്ങിപ്പോയാൽ എല്ലാ ഭംഗിയും തീരും. നമ്മൾ പറയല്ലോ, ഒരു അവയവം പോയാൽ എല്ലാം തീരും. ഇപ്പോഴുള്ള ഭംഗിയിൽ എനിക്ക് കോടീശ്വരനാവണ്ട റബ്ബേ, എനിക്ക് നാട്ടുകാരെ സൽപ്പേരും പബ്ലിസിറ്റിയും പത്രാസും പ്രശസ്തിയൊന്നും വേണ്ട റബ്ബേ, എനിക്ക് ആൾക്കാരുടെ മുൻപിൽ വലിയോനും ചെറിയോനായിട്ട് അഭിനയിച്ച് ജീവിക്കേണ്ട റബ്ബേ. ഇപ്പോഴുള്ള കോലത്തിൽ മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ആരോഗ്യത്തിൽ നിന്നും ഒരു പ്രശ്നവും വരുത്താണ്ട്, ആരെയും സങ്കടപ്പെടുത്താണ്ട്, ആരെ മുതലും കക്കേണ്ട ഒരു അവസ്ഥ വരാതെ, ആരെ മുൻപിലും കൈ നീട്ടാതെ എൻ്റെ ജീവിതം നല്ലോണം ഒന്നിങ്ങി കൊണ്ടുപോയി അള്ളാഹ് എൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതി എന്ന് പ്രാർത്ഥിക്കണമെന്നാ. ആ ദുആ പടച്ചോൻ എളുപ്പത്തിൽ കേൾക്കുന്നു. ഇതൊക്കെയാണ് പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഒരു വിശ്വാസിന്റെ കരുത്ത്. ഇതൊന്നും മനസ്സ് കൊണ്ടടക്കാതെ ആരാൻ്റെ ജീവിതം നോക്കിയിട്ടും പടച്ചോൻ എനിക്ക് ഇനി അതൊക്കെ തന്ന്, എന്താ ഇപ്പം എനിക്കിങ്ങനെ, ഞാനെന്താ അങ്ങനെ, എൻ്റെ എന്താ അങ്ങനെ എന്ന് ചിന്തിച്ച അള്ളാഹ് തരുന്നതിലൊന്നും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പടച്ചോൻ എന്ത് തന്നു എന്നുള്ളതിൽ ഒരു മഹത്വം പോലും മനസ്സിലേക്ക് ചിന്തിക്കാനും പറ്റൂല. ഞാൻ പറയാറുണ്ട്, വലാ തുക്സിരി ലഹിക, നിങ്ങൾ അധികം ഹാപ്പിനെസ് ദുനിയാവിൽ ആഗ്രഹിക്കരുത് കേട്ടോ. ഹാപ്പിനെസ് മാത്രം തേടിയതിൻ്റെ പരിണിത ഫലാപ്പ റോഡ് സൈഡിലൊക്കെ കാണുന്നത് ഹാപ്പിനെസ്, അത് മാത്രം മതി ഈ തലമുറക്ക്. എല്ലാ മക്കളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. 100 കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ 100 കണക്കിന് ചെറുപ്പക്കാരിതാ ഈ സദസ്സിലുണ്ട്, അവർ നിസ്കരിച്ചിട്ടുണ്ട്, അവർ ഈ സമൂഹത്തോട് ബാധ്യതയും ഉത്തരവാദിത്വവും കടമയും നിർവഹിക്കുന്ന ആർജവബോധമുള്ളവരുണ്ട്. കാരണം അവർക്കറിയാം മടക്കം റബ്ബിൻ്റെ അടുത്തേക്കാണ്. എന്നാൽ ഹാപ്പിനെസ് മാത്രം തേടുന്നവർക്കോ ഇന്ന് വട, നാളെ ബീച്ചിൽ, മറ്റന്നാളെ ഏത് തൊള്ളാത്ത വ്ളോഗറാണോ പറയുന്നത് അവിടെ തേടി പിടിക്കും. സ്വന്തം വാപ്പൻ്റെയും ഇമ്പൻ്റെയും കൂടെ എല്ലാവരും കൂടി നോമ്പ് തുറക്കുന്ന ഭംഗി ഉപേക്ഷിച്ച് ഇഫ്താർ ബഫറ്റ് 499 999 കാണുമ്പോഴേക്കും വേസ്റ്റ് ആക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് റമദാനിൻ്റെ രാവും പകലും ആയിരങ്ങൾ പൊടിപൊടിക്കുന്നവന് ഹാപ്പിനെസ് മാത്രമേ നോട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു സങ്കടം വന്നാൽ ഒരു പെട്ടെന്ന് ഡെസ്പാവും, ആത്മഹത്യ ചെയ്യും, ആകെ ബേജാറാവും, മെന്റൽ ഡിപ്രഷൻ വരും, ഭ്രാന്തനാകും, കഞ്ചാവിലേക്ക് എത്തും. അതാ ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത്, വലാ തുക്സിരി ലഹിക ഫഇന്ന കസ്റത്തു ലഹികി തുമീത്തുൽ കൽബ്. നിങ്ങൾ ഫുള്ള് ഹാപ്പിനെസ് ആഗ്രഹിക്കരുത് കേട്ടോ. അത് മാത്രം തേടി ഓടുമ്പോൾ നിങ്ങളെ മനസ്സങ്ങ് മരിച്ചു, മനസ്സുങ്ങളത് മരിച്ചെന്ന് പലരുതും. അതുകൊണ്ടാ നമ്മൾ പറയാറുണ്ട്, ഞാൻ 1999 SSLC എഴുതിയ അന്ന് ലാസ്റ്റ് ആയിരുന്നു, എല്ലാത്തിലും 10 കിട്ടണം, ടോട്ടൽ 210 കിട്ടണം. അത് എഴുതിയോലുണ്ട് കൂട്ടത്തിൽ. അന്ന് ഞാനൊക്കെ പഠിച്ചവനോട് ദുആ നിൽക്കുക, റബ്ബെ 211, ഒരഹങ്കാരവും ഇല്ല റബ്ബെ, 1 മാർക്ക് അധികം കിട്ടിയിട്ട് ഇങ്ങനെ ജയിപ്പിക്കണേന്നാ. ഇന്ന് നാടായ നാട്ടിലൊക്കെ പഠിപ്പിക്കും, 10 A+ പ്രതീക്ഷിച്ച് നിൽക്കും. റിസൾട്ട് വന്നപ്പോൾ 9 A+, 1 A. 4ാമത്തെ ദിവസം കുട്ടി ഫാൻമ തൂങ്ങി. എന്തിന്? 1 A+. വലാ തുക്സിരി ലഹിക, ഫുള്ള് ഹാപ്പിനെസ് പഠിപ്പിക്കരുത്. മക്കളെയും പഠിപ്പിക്കരുത്, നമ്മളും പഠിക്കരുത്. ഒന്ന് വിസർജിക്കാൻ വേണ്ടി മണിക്കൂറുകൾ എടുത്ത് കാത്തുക്കുന്നവരുണ്ട്, വേദനയുണ്ട്. ആ സ്ഥാനത്താണ് മൂക്കൊന്നടഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളോട് ദേഷ്യമായി, മക്കളോട് ദേഷ്യം. എന്തായി? കഫക്കെട്ടുകൊണ്ട് മൂക്കടഞ്ഞിട്ട് ഒരു സ്മെല്ലും കിട്ടുന്നില്ല, പ്രാന്താ. പിന്നെ ചെറുതുപോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതേ നമ്മൾ ഈ ദുനിയാവിനെ മാത്രം സ്നേഹിച്ച് ഹാപ്പിനെസ് നേടി ഓടുന്നതുകൊണ്ടാണ്. പടച്ചോൻ നിശ്ചയിച്ച കാലം വരെ ഞാനുങ്ങളൊക്കെ ഈ മണ്ണിൻ്റെ മേലുണ്ടാവും. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കിട്ടാനുള്ളത് നമ്മളെ സ്വഭാവം കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയാണ്, അല്ലേ? അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ബാക്കിയൊക്കെ ഇവിടെ ഇട്ടേച്ചു വേണ്ടിയതാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വാങ്ങി വെച്ച ഏതെങ്കിലും ഒരു ഏക്കറയിൽ ഒരു 10 സെൻറ്റിൽ 3 അടി 6 അടി കുഴിക്കാൻ വേണ്ട 1 സെൻറ്റിൻ്റെ കാഭാഗത്തിൽ അതിൻ്റെ അംശത്തിലൊന്നിൽ നിങ്ങളെ പറമ്പിൽ നിങ്ങളെ മയ്യത്ത് വെക്കാൻ നിങ്ങളെ മക്കൾ സമ്മതിക്കോ, നാട്ടുകാർ സമ്മതിക്കോ? ഇല്ല. ഏതെങ്കിലും ഒരു ഉമ്മാനെ കയ്യും വന്ന് ആഭരണം ഊരാണ്ടും ചെവിയും വന്ന് ആഭരണം ഊരാണ്ടും മയ്യത്ത് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. കാത്തരി മണ്ണും കാത്തരി പൊന്നൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുമില്ല, കൊണ്ടുപോവുകയില്ല. തിരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ സമ്പാദ്യം.
നമ്മളെ ജീവിതമാണ് നമ്മളെ സമ്പാദ്യം. അതിനെൻ്റെ ഇടയ്ക്ക് അള്ളാഹു പലതും തരും. അതൊക്കെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റണം. എന്നിട്ട് റബ്ബിനോട് പറയണം, നീ തന്നതാണ് റബ്ബേ, നിനക്കേ അതെടുക്കാനും തിരുത്താനും പറ്റൂ. ആ തിരിച്ചറിവാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ബലം. ആ ബലത്തിലേക്ക് എത്താനാണ് പടച്ചോൻ റമദാനും നോമ്പും ഈ ഇബാദത്തുകളൊക്കെ നമ്മളെ കാണിച്ചെന്ന്. എന്തിനാ പട്ടിണി കിടക്കുന്നത്? ചിലർ പറയുന്ന മാതിരി പാവപ്പെട്ടവൻ്റെ പട്ടിണിയുടെ വിലയറിയാൻ പറ്റും, അതേമാതിരി നോമ്പ് നോറ്റ ശരീരത്തിനൊക്കെ ഒരു ആക്കം കിട്ടും, കൊളസ്ട്രോൾ കുറയും. ഇതൊക്കെ ഒരു ഭൗതിക കാരണം മാത്രമാണ്. മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു തഖ്വയുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരുണ്ടല്ലോ റബ്ബേന്ന്. ലോകത്തുള്ള പട്ടിണിക്കാരനെയും പണക്കാരനെയും ഒരുപോലെ ഒരേ സമയത്ത് എഴുന്നേൽപ്പിച്ച് പട്ടിണി കടത്തി തുറപ്പിക്കുന്ന റബ്ബിൻ്റെ ആ മഹത്വമാണ് റമദാനിൻ്റെ പകലിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. പട്ടിണിക്കാരനും കിടക്കുന്നു നോമ്പ്, പാവപ്പെട്ടവനും കിടക്കുന്നു, പണക്കാരനും കിടക്കുന്നു ഭക്ഷണം ഉണ്ടായിട്ടും. ആ സമയത്തുള്ള ആത്മീയ മാറ്റം, ആ ചിന്തയാണ് മനുഷ്യരെ ഏറ്റവും വലിയ സമ്പാദ്യം. തഖ്വ, ആ തിരിച്ചറിവിലേക്ക് എത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ റബ്ബിൻ്റെ ദുനിയാവിൽ പരാതി അള്ളാഹുവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാതെ റബ്ബിൻ്റെ തൃപ്തിയോടെ തിരിച്ചു പോകാൻ പറ്റുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.